ദൃശ്യങ്ങളുണ്ട്. നിസ്കരിച്ചു പോയതിനു ശേഷം ചാണകത്താൽ ശുദ്ധീകരിച്ചു. ചാണകത്താൽ ശുദ്ധീകരിച്ചു. ചാണകം ഇപ്പൊ നിങ്ങൾ കണ്ടതെന്തോന്ന് മനസ്സിലായോ? ഒന്നുമില്ല, നല്ല പശുമ്പന്റെ ചാണകം, അതായത് പശുമാതാവിന്റെ ഗോമാതാവിന്റെ ചാണകം എടുത്തിട്ട് നല്ല അതേ മൂത്രത്തിൽ, പശുമൂത്രത്തിൽ തന്നെ നല്ലോണം കുഴച്ചിട്ട് നമ്മൾ ശുദ്ധികലശം നടത്തിയതാണ് അവിടെ. എന്താണല്ലേ, നമ്മൾ സംഘികളുടെ സൈഡിൽ നിന്ന് ഇതിന്റെ അപ്പുറത്തോട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, എങ്കിലും ഭയങ്കരമായി പോയി അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് അമ്പലത്തിൽ വല്ല ശുദ്ധികലശം, അമ്പലത്തിലൊന്നുമല്ല. ഇത് ശനിവാർ ഫോർട്ട് ഉണ്ട്, ശനിവാർ വാഡ ഫോർട്ട് ഉണ്ട് പൂനെയിലുള്ള, അതായത് 1700-കളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫോർട്ടാണ്. അന്നത്തെ ഈ മറാഠി എംപയറാണ് അവിടെ ഭരിക്കുന്നതെന്ന്, അതായത് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള കാര്യമായിട്ടത്. അവർ ഭരിച്ചിരുന്ന അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള പെഷാവ എന്ന് പറഞ്ഞിട്ടുണ്ട്. പെഷ്വ ഞാൻ നോക്കട്ടെ എന്തായത് പേര് എന്ന് പറഞ്ഞു അയാളുടെ പേര് പെഷ്വ ബാജി റാവു ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പുള്ളിയാണ് അവിടുത്തെ ആദ്യത്തെ റെസിഡന്റ്. അയാളും പിന്നെ അവിടെ 1000-ഓളം ആളുകൾ ആ ഒരു കോട്ടയിൽ അന്ന് ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അത് എന്താ പറയുക, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലോട്ട് പോയി അവർ വന്ന സമയത്ത് പിന്നെ അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അണ്ടറിലോട്ട് പോകുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ ഇന്ത്യ ഇപ്പം നമ്മുടെ ആർക്കിയോളജിക്കൽ ഇതിന്റെ അണ്ടറിലാണ് ഈ കോട്ടയുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കോട്ടയിൽ കുറച്ച് കാണാൻ, കോട്ട എല്ലാ ദിവസവും തുറക്കില്ല, കാണാൻ എല്ലാ മതസ്ഥരും എല്ലാ ആൾക്കാരും വരുന്ന സ്ഥലമാണ്, കണ്ടുപോകുന്ന സ്ഥലമാണ്. അപ്പം ഈ കാണാൻ വന്ന 2-3 മുസ്ലിം സ്ത്രീകൾ അവിടെ നിന്ന് നിസ്കാര സമയപ്പം ഒന്ന് പ്രാർത്ഥിച്ചു. അതായത് ആ ഒരു ഫോർട്ടിൻ്റെ അകത്ത് അതിൻ്റെ പിക്ചറാണ്, അതിൻ്റെ പോർഷൻസാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, 2-3 ആളുകൾ അവിടെ വിരിച്ച് നിസ്കാരത്തിൻ്റെ സമയത്ത് അവരൊന്ന് പ്രാർത്ഥിച്ചു, അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇത് ഏതോ അന്ധഭക്തൻ അത് അപ്പോഴേ തന്നെ ക്യാപ്ചർ ചെയ്തു. അത് വലിയ പ്രശ്നമായി, അവിടെ മഹാരാഷ്ട്രയിൽ വലിയ ഇഷ്യൂ ആയത് ഇങ്ങനെ നിസ്കരിച്ചത്, ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ निस्കരിച്ചത്. दरम्यान रुपाली ठोंबरे यांनी मेधा कुलकर्णींच्या आंदोलनाविरोधात सोमवारी प्रतिआंदोलन केलं. आता याचा 7/12 जो आहे पूर्वीचा तो मी काढलेला नाहीये, तोही मला काढायचा आहे. आणि मला अशी माहिती जी मिळालेली आहे की इथं दिवाबत्ती करायला किंवा इथले जे काही पूर्वीचे मुस्लिम आमचे काजी लोक होते त्यांना 1 रुपये मानधन सुद्धा देत होते. साम्राज्य पेशवे यांचं मुख्यालय होतं. 1936 साली ही जी मजार काळ ते दाखवत होत्या, 1936 साली पुरातन विभागात त्याची नोंद आहे. मग मला सांगा, माझा जन्म सोडावं, या मेधाताईचा तरी जन्म झाला होता का? किंवा जे हिंदू संघटना म्हणून जिथे आंदोलन करत होते त्यांचा तरी जन्म झाला होता का? അമ്പലത്തിലല്ല കേട്ടോ, നിങ്ങൾ അത് ഓർക്കണം. അമ്പലത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മഠത്തിലോ ഒന്നുമല്ല. ഈ ഒരു ഇന്ത്യ നമ്മുടെ എന്താ പറയുക ആർക്കിയോളജിക്കൽ ഇതിൻ്റെ അണ്ടറിൽ കിടക്കുന്ന ഒരു ഫോർട്ടിൽ കയറി നിസ്കരിച്ചു. അത് അവിടെ വലിയ പ്രശ്നമായി. ഇതിൽ ഇടപെട്ട ആൾക്കാരൊക്കെ നിങ്ങൾക്കറിയാം. ഇത് ഇടപെട്ടത് നമ്മുടെ രാജ്യസഭ MP ആണ്. നമ്മുടെ രാജ്യസഭ MP വരെ ഇതിൽ ഇടപെട്ടിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് അവസാനം അവിടെ എന്താ പറയുക ശുദ്ധികലശം നടത്തണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്നു. പിന്നെ സംഘികൾ ശുദ്ധികലശം ഒന്നുകിൽ മറ്റേ പശുമൂത്രം തളിക്കുക അല്ലെങ്കിൽ ചാണകം തേക്കുക, ഇതൊക്കെയാണ്. ഒരാൾ പ്രാർത്ഥിച്ചൊരു സ്ഥലം വൃത്തിയാക്കുന്നത് നമ്മൾ പശുവിൻ്റെ ചാണകം വെച്ചിട്ടാണ്. ഭയങ്കര ശുദ്ധി കൂടിയ ഐറ്റംസ് ആണല്ലോ വരിക. അപ്പോൾ പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ടും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഏതായാലും അതിൻ്റെ ആ ഒരു ക്ലിപ്പ് ഒന്ന് कண்டு നോക്ക്, ഭയങ്കര രസമാണ്. जर का आपल्या ऐतिहासिक वास्तूंमुळे कित्येक ठिकाणी आपण पाहतो की कबरी बांधलेल्या आहेत, कित्येक ठिकाणी नमाज पडतात आणि मग असं हळूहळू करून त्यांची ती जागा वक्फ म्हणून डिक्लेअर करतात. नियम जर का मोडले गेलेले असतील तर त्याच्यासाठी आजही राज्य सरकारचे पोलीस आयुक्त त्याचबरोबर जिल्हाधिकारी हे अस्तित्वात आहेत. अशाला कोणीही स्वतः आम्ही सरकार असल्याचं थाटात वागू नये. कुठेतरी जाणीवपूर्वक हिंदू मुस्लिम मध्ये तेढ निर्माण करण्यासाठी आतापर्यंत सातत्याने मेधा कुलकर्णींनी हे केलेलं आहे. सत्ताधारी महायुतीतील नेत्यांमध्ये शाब्दिक युद्ध रंगलंय. ഇതാണ് നമ്മുടെ രാജ്യസഭ MP, BJP രാജ്യസഭ MP ആണ് പൂനെയിലുള്ള മേധാ കുൽക്കർണിനെ പോലത്തെ വലിയ വലിയ എന്താ പറയുക അറിവും പാണ്ഡിത്യവും ഒരു എന്താ പറയുക ഒരു ഇതൊക്കെ ഉള്ള ആളുകളെ, വലിയ ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ശ്രദ്ധ കൊടുക്കണം. പ്രാർത്ഥിച്ച സ്ഥലം നമ്മൾ ചിലപ്പോൾ നാളെ ഇന്ന് പശു ചാണകം കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ അമ്മമാർ തന്നെ അവിടെ തൂറി അത് എന്താ പറയുക പരത്തി അവിടെ ശുദ്ധിയാക്കൂട്ടോ.
അത്രയും ശുദ്ധി കൂടിയ ആളുകളാവുമ്പം നമ്മളതിന് കുറ്റം പറയാനൊന്നും പറ്റില്ല. ശുദ്ധി കുറച്ച് കൂടുതലുള്ള ആളുകളാണ്, നമുക്കറിയാം. അവർ പല രീതിയിലും ശുദ്ധി കലശം ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ തന്നെ നമ്മുടെ കേരളത്തിൽ ആയിണോ അറിയില്ല, ആയി തുടങ്ങിയിട്ടുണ്ടാവും. കേരളത്തിലോട്ട് അങ്ങനെയായിട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള സംഘികൾ രാവിലെ ഇങ്ങനെയൊക്കെയാണ് അവരെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാറ്. അങ്ങനെ അപ്പോൾ നിങ്ങൾ കണ്ടാൽ ഇത്രയും ശുദ്ധി വേണം, അല്ലെങ്കിൽ ഇത്രയും പേഴ്സണൽ ഹൈജീനും അതുപോലെ തന്നെ ആ ദൈവത്തോടുള്ള ആ ഒരു ഇതൊക്കെ കാണിക്കുന്ന ആളുകളാണ് അല്ലേ നമ്മളെ സംഘികൾ. അപ്പോൾ അവർ ഇതുപോലെ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ചാണകം തേച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല. അവന്മാർ നാളെ ചാണകം തിന്നും, നാളെ അല്ല തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പറയാൻ വിട്ടു, തിന്നുന്നുണ്ട് കേട്ടോ, തിന്നാത്തൊന്നല്ലത്. तो प्रेगनेंसी में अगर ये गौमूत्र लिया जाए, ऐसे साइंस ने प्रूव किया है कि उसमें 4 चम्मच गोबर में से 1 चम्मच जूस निकाल के अगर प्रेगनेंसी में समय समय पर लेते रहे तो नॉर्मल डिलीवरी के चांसेस बहुत ज़्यादा बढ़ जाते हैं। मेरी वाइफ ने भी गौमूत्र पिया और गाय के गोबर का रस का उपयोग किया प्रेगनेंसी में, दोनों बच्चे मेरे नॉर्मल डिलीवरी से हुए। അപ്പോൾ ചാണകം തിന്നുകയും ചെയ്യും, പശുവിൻ്റെ മൂത്രം കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാർ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മുടെ രാജ്യം ആ അത്രയും നമ്മളിങ്ങനെ ലോകം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനനുസരിച്ച് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവന്മാർ പണ്ടത്തെ ആൾക്കാരെ പോലെ എന്താ പറയുക, വല്ല മൃഗത്തിൻ്റെ തോലോ ഒക്കെ കയ്യിൽ കമ്പോ ഒക്കെ ആയിട്ട് നടക്കും, ബാക്കിയുള്ള ആൾക്കാരെ കുത്തും, എല്ലാം ചെയ്യും. അതൊക്കെ അവസ്ഥയിലോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അധികം നാളൊന്നും എത്തേണ്ടത്, ഇങ്ങനെ ആ ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘികൾ തന്നെ ഈ അവസ്ഥയിലാണെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുമെന്ന് ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ഈ അന്ധഭക്തന്മാരോണ്ടാണ് പറയാനുള്ളത്, നിങ്ങൾ വല്ലാത്ത മനുഷ്യന്മാരുട്ടോ, നിങ്ങളെപ്പറ്റി എന്ത് പറയാനല്ലേ. അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങളെന്തിനാണ് അവിടെ പോയി നിസ്കരിക്കുന്നത്? ഈ ഹിന്ദുക്കൾ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ഞാൻ പറയുന്നില്ല, ഈ സംഘികൾ പറയുന്ന കണക്കിൽ ഈ തൂണിലും തുരുമ്പിലൊക്കെ ദൈവം ഉണ്ട് എന്നാണ് അവർ പറയപ്പെടുന്നത്. പക്ഷേ ഈ മുസ്ലിങ്ങളാണ് ഇതിങ്ങനെ കാണിച്ചാൽ, ഇവർക്ക് പള്ളിയിൽ തന്നെ പോയിക്കോളുന്നില്ല. പള്ളി ഇപ്പോൾ ഒരു ബാങ്ക് വിളി ഇട്ട് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കുക, കുറച്ചൊരു നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹിന്ദുക്കളുടെ അങ്ങനെയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ പോയി നിസ്കരിക്കുന്ന സമയത്ത് അവിടേക്ക് നിങ്ങളെന്തോ ആവാഹിച്ച് കൊണ്ടുവരാമെന്നൊക്കെയുള്ള തോന്നൽ അവർക്ക്. അപ്പോൾ പിന്നെ ഇവർക്ക് പ്രാർത്ഥനയും കാര്യമൊന്നും അമ്പലത്തിലൊന്നും പോകാറൊന്നുമില്ല, അമ്പലത്തിലൊന്നും പോകുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ വല്ല കാവടി യാത്ര കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡാൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉത്സവം നമ്മൾ അടിപൊളിയാക്കാറുണ്ട്. यह एक सोची समझी रणनीति के तहत लगातार हिंदुओं की भावना को आहत करने के लिए पैसा कमाने का लोगों ने धंधा बना लिया है। और ये फिल्म जिहाद है, यह रणनीति तैयार करके किया जाता है। इसलिए आज हमने जो है शाहरुख खान का पोस्टर जलाया है, और मैं ढूंढ रहा हूं, जिस दिन शाहरुख खान मिल गया उस जिहादी को जिंदा जला दूंगा, और जलाने के पहले उसकी चमड़ी उठेर करके उसको दिखाऊंगा कि अगर तुम्हें जो है भगवा से नफरत है तो तुम्हारी धमनियों में बहने वाला रक्त ये क्यों तुम्हारी धमनियों में बह रहा है, इसका भी रंग तो भगवा है। भगवा के बिना किसी का अस्तित्व नहीं हो सकता है। भगवा सूर्य का रंग है, अग्नि का रंग है, भगवा शांति का प्रतीक। ഇനി ഇതുപോലത്തെ വല്ല ഐറ്റം അല്ലെ കാവിക്കോണ കൊടുത്തിട്ട് വേറെ വല്ല സിനിമയിലോ ആരെങ്കിലുമൊക്കെ ബിക്കിനിട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് വെറുതെ ഇട്ട് കഴിഞ്ഞാൽ മതി, അത് തീർന്നു. അതോടുകൂടി ആ ആളെ അടിച്ച് നിരപ്പാക്കാനും ഇവന്മാർക്കറിയാം. അങ്ങനെ പ്രത്യേകതരം വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മുടെ സംഘികൾ. അപ്പം ഈ സംഘികൾ ഇങ്ങനെ ചെയ്തതിൽ അബദ്ധമൊന്നുമില്ല. ഇനി മുസ്ലിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സ്ഥലം അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, നിങ്ങൾ നോർത്ത് ഇന്ത്യ വിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വല്ലാതെ ആൾക്കാരും ചാടി വീഴാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പം കുറച്ചൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. കാരണം നോർത്ത് ഇന്ത്യ നമ്മുടെ മോദി രാജ്യമാണ് അല്ലേ. മോദിയെ തോ മുംകിൻ ഹേ എന്ന പറച്ചിലിനൊപ്പം അപ്പോൾ ഇത്രയുള്ള മുംകിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മോദിയുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മോദി ഭക്തരുടെ നാട്ടിൽ मोदी को कैसे लीडर के तौर पर देखते हैं? हम तो मोदी भक्त हैं, तो हम तो मोदी ही करते हैं। नरेंद्र मोदी हिंदुस्तान के भगवान है, भगवान। मोदी भगवान है, प्रधानमंत्री नहीं है, वो भगवान है, हम लोग भगवान मानते हैं। मोदी ऐसा पैदा हो नहीं सकेगा, भगवान है, दूसरा राम अवतार है। നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകാണ്ടിരിക്കുക. വീട്ടിൻ്റെ അകത്തോ വല്ല പള്ളിയിലൊക്കെ നിസ്കരിക്കുക. ഇനി പള്ളീൻ്റെ അകത്ത് നിസ്കരിക്കുന്ന സമയത്ത് പള്ളി പൊളിക്കുമോ എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴാണ് നമ്മുടെ ബുൾഡോസർ ബാപ്പ വന്നിട്ട് ബുൾഡോസർ അടക്കം പള്ളി പൊളിക്കാനൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തൊക്കെ ഇരുന്ന് നിസ്കരിച്ചോളാം. ഇത് പണ്ടത്തെ ഇന്ത്യ ഒന്നുമല്ല, ഒരുമാതിരി വൃത്തികെട്ടെ പശുമ്പൻ്റെ അല്ലെങ്കിൽ ചാണക ഗോമൂത്രങ്ങളുടെ ഒക്കെ ഇന്ത്യ മാത്രമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളാം. എവിടെ നിന്നാണ് അടി കിട്ടുക, എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് അവിടെ നമ്മുടെ മേധാ കുൽക്കർണിയും ഈ പറഞ്ഞ സംഘി വെട്ടാവളിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ആ നിസ്കരിച്ച് നിങ്ങൾ അപ്പം തന്നെ അടിച്ച് കൊന്നേനെ അവിടെ. എന്തോ ഭാഗ്യത്തിന് ആരോ എടുത്ത ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പോൾ ക്യാപ്ചർ ചെയ്തത്. നിങ്ങളതെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുക. അതല്ല നിങ്ങളുടെ ഫേസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വീട്ടിൽ വന്ന് നിങ്ങളുടെ വെച്ച് കൊന്നോന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും ന്യൂസ് ഇപ്പോൾ ഇത്രേ വന്നിട്ടുള്ളൂ. ബാക്കി നമുക്ക് കണ്ടും കേട്ടൊക്കെ അറിയാം.